You're a good soldier, choosing your battles. Pick yourself up and dust yourself off and back in the saddle. ഹായ് നമസ്കാരം. കേരള വിഷൻ ഗോൾ സോൺ കൺട്രി റോഡ് ഷോ അങ്ങനെ മലപ്പുറത്തെ മഴയെ തോൽപ്പിക്കുന്ന ഫുട്ബോൾ ആവേശത്തിൽ നിന്ന് പാലക്കാടിന്റെ ഫുട്ബോൾ ആവേശ ചൂടിലേക്ക് കയറുകയാണ്. ഇനി പാലക്കാടിലേക്കാണ് ഞങ്ങളുടെ ആവേശ കാഴ്ചകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത്. നമ്മൾ പാലക്കാട് നിൽക്കുന്നത് കുഴൽമന്നത്താണ് കേട്ടോ. കുഴൽമന്നത്തുള്ള നമ്മുടെ ആതിഥേയർക്കൊപ്പമാണ്, ധർമ്മപ്രിയ ഫിനാൻസിങ് കോർപ്പറേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിലെ കൂട്ടുകാർക്കൊപ്പമാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. ഇനി ഞാൻ അതിഥികളെ ക്ഷണിക്കുകയാണ്. ഉദ്ഘാടനം നിർവഹിക്കാനായി കുഴൽമന്ദം പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിക്കുകയാണ്, ശ്രീ ഉണ്ണികൃഷ്ണൻ സാർ. വേൾഡ് കപ്പിന്റെ ഭാഗമായി കേരള വിഷൻ സംഘടിപ്പിച്ച ഓപ്പറേഷൻ തുഫാൻ എന്ന പരിപാടിയുടെ ഭാഗമായി കേരള വിഷൻ നമ്മുടെ സംസ്ഥാനത്തെ ഉടനീളം ഉള്ള ജില്ലകളിൽ ടച്ച് ചെയ്ത് പ്രധാന ഭാഗങ്ങളിൽ കേന്ദ്രീകരിച്ച് ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയാണ്. ഇത് അഭിനന്ദനാർഹമാണ്. കേരള വിഷന്റെ പ്രവർത്തനം പല ജില്ലകളിലും ആകുമ്പോൾ യുവാക്കൾക്ക് ഇതൊരു പ്രചോദനമായി മാറും. ഇതിൽ നിന്ന് മോചനത്തിന് തയ്യാറായി തീരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. കുഴൽമന്ദം സ്പോർട്സ് ക്ലബ് കൺവീനർ സിദ്ദിഖ് അവർകളെ ക്ഷണിക്കുകയാണ്. നമ്മുടെ വേൾഡ് കപ്പിൽ ലഹരിക്കെതിരെയുള്ള സന്ദേശവും സ്പോർട്സ് ലഹരിയാക്കണം എന്ന ഒരു ആശയത്തോടു കൂടി കേരള വിഷൻ കേരളത്തിലുടനീളം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടത്തുന്ന ഈ ഒരു ക്യാമ്പയിൻ ഓപ്പറേഷൻ തൂഫാൻ, നമുക്കറിയാം ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ശരിയും തെറ്റും തിരിച്ചറിയാൻ നമുക്കൊക്കെ കഴിയുമെങ്കിലും അറിഞ്ഞോ അറിയാതെയോ നമ്മളതിൻ്റെ ഭാഗമായി പോകുന്ന ആളുകളാണ്. ലഹരിക്കെതിരെയുള്ള ഈ ഒരു പരിപാടി സ്പോർട്സാണ് ലഹരി എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ആശയം വളരെയധികം അഭിനന്ദനാർഹമാണ്. ഇതോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ധർമ്മപ്രിയ സ്ഥാപനത്തിൻ്റെ ജീവനക്കാർക്കും ഈ കേരള വിഷൻ്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കും അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ക്ലബിൻ്റെ പേരിലും അല്ലെങ്കിൽ ഒരു സ്പോർട്സിൻ്റെ ഒരു കാഴ്ചപ്പാട് മുന്നിൽ കണ്ട് നിങ്ങൾ നടത്തിയ ഈ ആശയത്തെ എല്ലാവിധ സ്നേഹത്തോടുകൂടി നന്ദി പറയുന്നു. ഇനി നമുക്ക് നമ്മുടെ പ്രിയ ധർമ്മപ്രിയയിലെ കൂട്ടുകാർക്കൊപ്പം ചേരുകയാണ് ഇന്നത്തെ ഫുട്ബോൾ ലഹരിയിലേക്ക്. അങ്ങനെ നമ്മുടെ ഗോളി എത്തിയിരിക്കുകയാണ്. ഗോളിക്ക് നല്ലൊരു ക്ലാപ്പ്. യെസ്, അങ്ങനെ കേരള വിഷന്റെ ഗോൾ സോൺ കൺട്രി റോഡ് ഷോയിലെ ഗോളിയാണ്. പേര് ശ്രുതി. ഏത് ടീമിന്റെ ആരാധികയാണ്? പോർച്ചുഗൽ. റൊണാൾഡോ. അപ്പൊ ശരി, എന്തായാലും പോർച്ചുഗൽ ഔട്ടായി. ഇനി ഇപ്പൊ വലിയ വീറും വാശിയേറിയ അല്ലേ സെമി ഫൈനലിലേക്കും ഫൈനലിലേക്കും ഒക്കെ പോവുകയാണ്. അവസാനം ഫൈനലിൽ ഏതൊക്കെ ടീം വരും? എന്നാലും കപ്പ് ആരും ഉയർത്തണം. പോർച്ചുഗൽ ആരാധകർ ആരും ഉയർത്തണമെന്നാ എന്താ ഒരു ചെറിയ പ്രതികാരം കൂടെ കാണുമല്ലോ. ആദ്യമായിട്ടാണ് ഒരു പോർച്ചുഗൽ ആരാധിക എന്ന് പറയുന്നത്. നമ്മൾ ഔട്ടായാലും കപ്പ് അർജന്റീന ഉയർത്തണമെന്ന്. അയ്യേ, ഫ്രാൻസ് വിട്ടുകൊടുക്കൂല. എന്നാലും ഇതൊക്കെയാണ് കേട്ടോ അല്ലേ. പിന്നെ CR7 കഴിഞ്ഞാ പിന്നെ മെസ്സി തന്നെ. അല്ല പിന്നെ ഓ അങ്ങനെ നെയ്മർ മൂന്നാമത്. എന്തായിരുന്നാലും ഈ പറഞ്ഞവരെല്ലാം പോയി. ഇപ്പൊ മെസ്സി ഇവിടെ ഉണ്ട് അല്ലേ. ശരി, അപ്പൊ ഗോളി പൊക്കോളൂ. ഗോളി പോർച്ചുഗലിന്റെ ഗോളിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലഹരിക്കെതിരെയുള്ള ആദ്യത്തെ കിക്ക് ഓഫ് എടുക്കാനായിട്ട് ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ എത്തുകയാണ്. ആരുടെ ആരാധകനാണ്? ലയണൽ മെസ്സി, അർജന്റീന. അതാ അർജന്റീനയാണ് അങ്ങോട്ട് അടിക്കാൻ പോകുന്നത്. അവിടെ പോർച്ചുഗീസിന്റെ ഗോളിയാണ്. ഓക്കെ, അങ്ങനെ ലയണൽ മെസ്സിയുടെ അവസരം പോർച്ചുഗീസ് ഗോളി തകർത്തി കളഞ്ഞു. അടുത്ത കൂട്ടുകാരനോട് എത്തിയിട്ടുണ്ട്. എന്താ പേര്? ആദിത്യൻ. അമ്മ പാരന്റ്സ് ഇവിടുത്തെ സ്റ്റാഫാണോ? മോൻ എത്ര പഠിക്കാണ്? ഏത് ടീമിന്റെ ആരാധകനാണ്? അർജന്റീന. പിന്നെ ബാക്കിൽ അർജന്റീന വരുമ്പോ പിന്നെ ബാക്കിൽ മെസ്സിയില്ലേ വരൂ. ഓക്കെ, മെസ്സി, രണ്ട് മെസ്സിയെയും ഇവിടുത്തെ സ്പോർട്സ് ക്ലബ് അസോസിയേഷൻ സെക്രട്ടറിയാണ്. നിങ്ങൾ എന്തിനാണ് ഈ മെസ്സിയെ ഇങ്ങനെ ബ്രാക്ക് കൊടുത്തത്? ആൾക്കാരെല്ലാം പറയണം അങ്ങനെ പെനാൽറ്റി അടിക്കുമ്പോ ഗോൾ ആവാതെ പോട്ടെ എന്ന് ജപിച്ച നിങ്ങളാണോ? തോറ്റോന്റെ വിഷമം തോറ്റോനല്ലേ അറിയുള്ളൂ പുണ്യാളാന്ന് പറഞ്ഞ പോലെയാണ് അവരുടെ
നമ്മളാളുടെ ആരാധകനാണ്. കുറെ കാലേ കുറെ കാലം അവര് കുറെ വർഷമായിട്ട് കപ്പും കിട്ടുന്ന ഒരു അതാ സത്യം. 5ന്റെ മൊഞ്ചും പറഞ്ഞങ്ങ് നടക്കുക. അതാ സത്യം. ഇവര് നമ്മുടെ ഫിഫ മറ്റേ റഫറിയുടെ പേരിലും ഇപ്പൊ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ നമ്മള് US പ്രസിഡന്റിനെ വിലക്ക് വാങ്ങിച്ചു, ഫിഫയെ വിലക്ക് വാങ്ങിച്ചു, സ്റ്റേഡിയം മൊത്തം വിലക്ക് വാങ്ങിച്ചു. ഇവരൊക്കെ നോക്കൂട്ടികളായിട്ട് അവിടെ എന്നാ പിന്നെ ഈ ടീമുകളെയും കൂടെ വിലക്ക് വാങ്ങിച്ചു. മൊത്തം വാങ്ങിച്ചു, എല്ലാരും വാങ്ങിച്ചു. ആരും ബാക്കി അപ്പൊ അർജന്റീന മുതലാളി. ശരി, അപ്പൊ നമ്മുടെ സ്പോർട്സ് ക്ലബ് സെക്രട്ടറി ആണ് അടുത്ത ഷൂട്ടൗട്ടിലേക്ക് പോകുന്നത്. ആദ്യം മെസ്സി സ്വന്തമായിട്ടുള്ള ഇവിടെ ഇത്രയും ആവേശം വിളമ്പിയ കൂട്ടുകാരനാണ് ഈ നിൽക്കുന്ന വലിയ മനസ്സുള്ള കൂട്ടുകാരൻ. വലിയ മനസ്സും വലിയ ശരീരമൊക്കെ ആയിട്ട് അങ്ങനെ. അപ്പൊ പിന്നെ പേര് ഷഫീഖ്. നിങ്ങളുടെ ഈ പോർച്ചുഗലിന് ശരിക്കും എന്താ പറ്റിയത്? പോർച്ചുഗലിന് ആണോ? തലവേദനയല്ല, പോർച്ചുഗലില് റൊണാൾഡോ മുമ്പിൽ കളിക്കുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർ പുറകേക്ക് കളിക്കും. ഇപ്പൊ ഗോളിയും ഗോൾ കിക്ക് എടുക്കുന്നതും പോർച്ചുഗലാണ്. ഓക്കെ, ഗോളി മാറിക്കൊടുത്തതാണ്. പിന്നെ റൊണാൾഡോന്റെ കിക്ക് തടുത്തു കഴിഞ്ഞാൽ പരിക്ക് വരും. എന്തായാലും നിങ്ങൾ വന്നപ്പോഴേ ചെറുതായിട്ട് ഗോളി ഒന്ന് പേടിച്ചിട്ടുണ്ട്, അതെനിക്ക് മനസ്സിലായി. അതങ്ങനെയാണല്ലോ, റൊണാൾഡോ ഇറങ്ങുമ്പോ എല്ലാവർക്കും ഒരു പേടിയാ. എന്തായിരുന്നാലും നമ്മളെ കൂട്ടുകാരൻ ഗോൾ അടിച്ചേ. അപ്പൊ ഞാനൊരു സമ്മാനം അങ്ങോട്ട് കൈമാറാൻ പോവുകയാണ് കേട്ടോ. സാർ എത്തിയിട്ടുണ്ട്. സാർ, ആദ്യം 2 വാക്ക്. നമ്മളിന്ന് ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ്. ഫുട്ബോൾ ലഹരികൾ മാറ്റി നിർത്താം, പകരം ഗെയിം സ്പിരിറ്റ്, കളിക്കളങ്ങൾ ലഹരിയാകട്ടെ എന്നൊരു ആശയവുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ആദ്യം നമുക്ക് അദ്ദേഹത്തിനുള്ള സമ്മാനം. നിങ്ങളെ പാലക്കാടിന്റെ സൗഹൃദം, ജനകീയ ഈ ഒരു കൂട്ടായ്മ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അല്ല, ഞാൻ ചെറുപ്പം മുതൽ സ്പോർട്സിൽ ആർട്സിലൊക്കെ ഉള്ളതാണ്. കോൽക്കളിയിലെ ഗുരുക്കളാണ്. പിന്നെ ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കളിക്കലുണ്ട്. ഞാൻ ഏകദേശം 14 ജില്ലയിൽ കോൽക്കളി പഠിപ്പിക്കാൻ പോകലുണ്ട്. കോൽക്കളി ട്രെയിനറാണ്. അപ്പോൾ ഈ കലയുമായി ബന്ധപ്പെട്ടിട്ട് സത്യസന്ധമായിട്ട് ചെറുപ്പം മുതൽ കളിച്ച് വളർന്ന ആളുകൾ, അതായത് ആർട്സ് ആണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും, അങ്ങനെ നടക്കുന്ന ആൾക്കാർക്ക് തെറ്റായ രീതിയിൽ പോകാൻ പറ്റില്ലല്ലോ, പോകാൻ പറ്റില്ല, പോകരുത്. വെരി ഗുഡ് സാർ. ഇദ്ദേഹത്തിന്റെ അഭിപ്രായം തന്നെയാണ് എനിക്കും. അതെ, സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് പോവുകയാണെങ്കിൽ ലഹരി അങ്ങനത്തെ കാര്യങ്ങളിൽ പോകാൻ കഴിയില്ല. എന്തായാലും കേരള പോലീസ് ഇപ്പം നിലവിൽ ലഹരിക്ക് പുറകിൽ തന്നെയാണ്. കുറേ കേസുകൾ ഡിക്റ്റേറ്റ് ചെയ്തുള്ള കേസുകൾ നമുക്ക് അറിയുമായിരിക്കും. സാർ, ഒപ്പം ഈ ലഹരിയിൽ നമ്മൾ, അതായത് ലഹരി ഉപയോഗിക്കുന്നവരോട് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇത്തരത്തിൽ നമ്മൾ കസ്റ്റഡിയിൽ എടുക്കുന്നവർക്ക് എന്താണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ശിക്ഷ? കസ്റ്റഡിയിൽ എടുക്കുന്ന ചെറിയ മദ്യപിച്ചുള്ള കേസുകളെല്ലാം പെറ്റി കേസുകളാണ്. മറ്റു ലഹരികളിലേക്ക്, മറ്റു ലഹരികൾ, നാർക്കോട്ടിക്, മറ്റേ സിന്തറ്റിക് ഡ്രഗ്സുകളിൽ പോവുകയാണെങ്കിൽ റിമാൻഡിൽ പോകും. നല്ല ശിക്ഷയുണ്ട്, നല്ല ശിക്ഷയുണ്ട്. അപ്പോ അവയർനെസ്, ഇനി അത് ഉപയോഗിക്കാൻ നിൽക്കണ്ട. കേരളം ഒരു മാറ്റത്തിന്റെ വഴിയിലേക്കാണ്. താങ്ക് യു സാർ. പോലീസ് ഡിപ്പാർട്ട്മെന്റിന് എല്ലാ പിന്തുണയും. ഇനി നമുക്ക് നമ്മുടെ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഒരു സന്ദേശം കേൾക്കാം. ഗോൾസ് ഓൺ കൺട്രി എന്ന പേരിൽ കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന ഈ ഫുട്ബോൾ ലഹരിയിൽ പങ്കാളിയാകണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ജീവിതമാണ് ലഹരി, കലയാണ് ലഹരി, സ്പോർട്സാണ് ലഹരി, അല്ലാണ്ട് ജീവിതം പുകച്ചു കളയാനുള്ളതല്ല. കേരള വിഷൻ നടത്തുന്ന ഈ വൻപിച്ച മുന്നേറ്റത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഓപ്പറേഷൻ തുഫാൻ്റെ പ്രചാരകരായി മാറുന്ന എല്ലാവരും രാജ്യത്തെയും പുതിയ തലമുറയെയും സ്നേഹിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. കേരള വിഷൻ കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ നൽകിയിട്ടുള്ള മഹത്തായ സംഭാവനകളിൽ ഒന്നായി ഈ ഗോൾസ് ഓൺ കൺട്രി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. You're a good soldier, choosing your battles. Pick yourself up and dust yourself off and back in the saddle. ഗോളി, പുതിയ ഗോളി വരികയാണല്ലേ? ഗോളിക്ക് സമ്മാനമുണ്ട് കേട്ടോ, ഗഡിലും സേവ് ആയിരുന്നു, അവരുടെ സമ്മാനമുണ്ട്. ഇനി അടുത്ത ഗോളി വരികയാണ്. പേര് ശ്രീബിജിത്ത്. ഏത് ടീമിന്റെ ആരാധകനാണ്? പോർച്ചുഗല്. സങ്കടമൊന്നുമില്ലേ? സങ്കടമൊക്കെ ഉണ്ട്, കാര്യമില്ല. ഇപ്പൊ ഫുട്ബോൾ കളി കാണുമ്പോ എന്താണ്, ബ്രാക്കാണോ അതോ അടുത്ത ടീമിനെ പ്രോത്സാഹിപ്പിക്കുകയാണോ ചെയ്യുന്നത്? അർജന്റീനക്കെതിരെ അയ്യോ, പോർച്ചുഗലിന്റെ യഥാർത്ഥ ഫാൻ ഇതാണ്. എന്തായാലും അർജന്റീനക്കെതിരായിരിക്കും. ഓക്കെ മോനെ, അപ്പൊ ഗോൾ പോസ്റ്റിലേക്ക് പോകാം.
ആരെയും ഗോൾ അടിക്കാൻ സമ്മതിക്കില്ലെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് പോർച്ചുഗലിന്റെ ആരാധകർ. ആ പേര്, ഏത് ടീമിന്റെ ആരാധികയാണ്? ആഹാ, നിങ്ങൾ പോർച്ചുഗൽ. നമ്മുടെ ഇന്ത്യൻ ടീം എന്തെങ്കിലും വേൾഡ് കപ്പിൽ വരുമോ? നമ്മുടെ ഗവൺമെന്റ് ഒക്കെ സപ്പോർട്ട് ചെയ്ത് ഇവിടെയും ഇതുപോലൊരു നമ്മുടെ പാലക്കാട് നിന്ന് പുതിയൊരു മുന്നേറ്റം വരാൻ പോവുകയാണ്. കാരണം ഇവിടുത്തെ കളിക്കളങ്ങളിലെ ചൂടകറ്റാനായിട്ട് മരങ്ങളൊക്കെ നട്ടുവെക്കാൻ പോവുകയാണ്. ഇനി ആ മരത്തണലിൽ നമുക്ക് കളിച്ച് വളരാം. ഇത് പടരട്ടെ എല്ലാ ജില്ലകളിലേക്കും. ഇങ്ങനെ അടിച്ചത് കൊണ്ടാണ് ഇങ്ങനെ കരയിലിരുന്ന് അർജന്റീനയെ പ്രാഗേണ്ടി വരുന്നത്. ഫുട്ബോളിന്റെ ആവേശം ദാ കാണാൻ പോവുകയാണ്. പേരെന്താ ചേട്ടാ? അജേഷ് ചേട്ടൻ ഏത് ടീമിന്റെ ആരാധകനാണ്? അർജന്റീന. പിന്നെ അല്ല, ഇപ്രാവശ്യം അർജന്റീന തന്നെ കപ്പ് ഉയർത്തുവോ? 5 ഗോളെങ്കിലും അടിക്കും. ഫൈനലില് 5 ഗോളെങ്കിലും അടിക്കും. എന്തെങ്കിലും പറയാനുണ്ടോ പോർച്ചുഗൽ ആരാധകർക്ക്? അർജന്റീന ഇപ്രാവശ്യം ഫൈനലിൽ 5 ഗോൾ അടിക്കും എന്നാണ് പറയുന്നത്. 10 ഗോൾ അടിക്കാം. അല്ല പിന്നെ ഓപ്പോസിറ്റ് ടീം അടിക്കുമെന്നൊക്കെ ഇവിടുന്ന് ആക്കെ വെറുതെ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ഗോള് കാണാം. അർജന്റീനയെ ഒരു കാരണവശാലും പാലക്കാട് ജയിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള തീരുമാനം വിജയിച്ചിട്ടുണ്ട്. അടുത്ത ആരാണ് വരുന്നത്? പേര് സൂര്യനാഥ്. ടീം ഏതാണ്? ടീം സ്പെയിനിന്റെ ആരാധകൻ. സ്പെയിന് ഇപ്രാവശ്യം കപ്പ് ഉയർത്തുവോ? സാധ്യതയൊക്കെ ഉണ്ടല്ലോ. പോർച്ചുഗലിന്റെ കോട്ടയെ തകർക്കാനായിട്ട് എത്തിയിരിക്കുന്നത് സ്പെയിനെ ഒരിക്കലും വില കുറച്ച് കാണാൻ കഴിയില്ല. സ്പെയിനിന്റെ മുന്നേറ്റം ആരും തകർത്ത് ദൂരേക്ക് എറിഞ്ഞുകൊണ്ട് ധാരമാവുന്നു പോർച്ചുഗൽ. ഈ നമ്മുടെ 2 ഗോളിക്കുള്ള സമ്മാനമാണ്. മികച്ച സേവുകൾ ചെയ്ത 2 ഗോളിയെയും ഞാൻ ക്ഷണിക്കുകയാണ്. ഗോളി വരൂ, ഇവിടെ നിന്ന് ഗോളിയും വരൂ. സമ്മാനം കൈമാറാനായിട്ട് നമ്മുടെ MD-യുടെ മാതാവിനെ ക്ഷണിക്കുകയാണ്, ഷെൽവി ശിവകുമാർ. പോർച്ചുഗലായി നിന്ന് പോർച്ചുഗലിന്റെ ഗോൾ വല കാത്ത 2 കീപ്പർമാർക്ക് സമ്മാനദാനം നിർവഹിക്കാനായിട്ട് നമ്മുടെ ധർമ്മപ്രിയ സ്ഥാപനത്തിന്റെ MD-യുടെ അമ്മയാണ് ഷെൽവി സമ്മാനം കൈമാറുന്നത്. ഹായ്, കേരള വിഷൻ ഗോൾ സോൺ കൺട്രിയിൽ ഇനി നമുക്കൊരു വേൾഡ് കപ്പ് സോങ് കേൾക്കാം. അതിനിടയ്ക്ക് ഒരു മഴ വന്നപ്പോഴേക്ക് എനിക്ക് കേരള വിഷൻ്റെ ഒരു കുട തന്നു. ശരിക്കും കേരള വിഷൻ ബ്രോഡ്ബാൻഡ് എന്നെ രക്ഷിച്ച് കളഞ്ഞു കേട്ടോ. ഇത് വെറുതെ പറഞ്ഞില്ല. നമുക്കിപ്പോൾ അറിയാം, ഇപ്പോൾ വേൾഡ് കപ്പ് സമയത്ത് നമ്മൾ ഒരു ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വേൾഡ് കപ്പ് കാണാൻ മൊബൈലിൽ ഇരിക്കുകയാണെങ്കിൽ നല്ല കാശ് കൊടുക്കേണ്ടി വരും അല്ലേ? പക്ഷേ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഉള്ളവർക്ക് കീ എന്ന് പറഞ്ഞൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. വീട്ടിൽ കളി കാണുകയും ചെയ്യും. അതോടൊപ്പം നമ്മൾ വീടിന് പുറത്തുള്ളവർക്ക് അതായത് മറ്റൊരു ഉപകരണത്തിൽ വീണ്ടും വേൾഡ് കപ്പ് മത്സരം ഫ്രീ ആയി കാണാൻ പറ്റും. ഇത് കേരള വിഷൻ ബ്രോഡ്ബാൻഡിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. പെട്ടെന്ന് ഇതിലോട്ട് വന്നിട്ട് വേണമെങ്കിൽ കീ ഡൗൺലോഡ് ചെയ്തോളൂ. ഇനി നമുക്കൊരു വേൾഡ് കപ്പ് ആവേശം പകരുന്ന ഒരു സോങ് ആണ്. അതിലേക്കായി ഞാൻ കൂട്ടുകാരെ ക്ഷണിക്കുകയാണ്. കളിക്കാം. You're a good soldier, choosing a battle. Make yourself up and use yourself up and back in the saddle. You're on the front line, everyone's watching. You know it's serious, we're getting closer, this isn't over. Today's your day, you feel it, but you got it all. Believe it, when you don't get up, if you don't get up, Samina, mina, sangaleva. This time for Africa, Samina, mina, waka, waka, Samina, mina, sangaleva. This time for Africa. Adivale. Listen to your God, it's a murder. Your time to shine, don't wait to line, you amas patodo. People are racing their expectations. Born of freedom, this is your moment, no hesitations. Today's your day, you feel it, but you got it all. Believe it, when you forget up, if you forget up, Samina, mina, sangaleva. This goes to Africa, Samina, mina, waka, waka, Samina, mina, sangaleva. This time for Africa, Samina, mina, waka, waka, Samina, mina, sangaleva. This time for Africa, bala, biggie, mama. And to say, Wachi, bakala, biggie, mama. East
to west. Waka 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 wa waka waka wa Moses is the Moses boy. This time from Africa. കൈയടി പോരെ എല്ലാവരും. Samina mina waka waka Samina mina sangaleva. This time for Africa. Samina mina waka waka Samina mina sangaleva. This time for Africa. Tango Samina mina sangaleva. Anava tango tango Samina mina sangaleva. This time for Africa. This time for Africa. This time for Africa. Thank you. അപ്പൊ കൂട്ടുകാരെ, നിങ്ങളാണെങ്കിൽ ഇവിടെ വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഭയങ്കര എല്ലാം എവിടെ പോയി കഴിഞ്ഞാലും എന്താണ് പോർച്ചുഗലിന്റെ അല്ലെങ്കിൽ അർജന്റീനയുടെ കടുത്ത ആരാധകർ. പക്ഷെ ഇവിടെ ശരിക്കും ഫുട്ബോളിനെ സ്നേഹിക്കുന്ന സ്പെയിനിന്റെ ആരാധകരുണ്ടായിരുന്നു. അങ്ങനെ വിവിധ എന്താണ് ഫുട്ബോൾ നോളജുള്ള അല്ലെങ്കിൽ ഫുട്ബോൾ ലഹരി അങ്ങേ അറ്റം നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഇനി വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുകയാണ്. ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നവർക്ക് സമ്മാനമുണ്ട്. ഫുട്ബോളാണ് സമ്മാനം. അതായത് നമ്മുടെ പുരുഷ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ രാജ്യാന്തര ഗോളുകൾ അടിച്ചുകൂട്ടിയ താരം ആര്? ലയണൽ മെസ്സി. ഉത്തരം തെറ്റാണ്. റൊണാൾഡോ. ക്രിസ്ത്യാനോ റൊണാൾഡോ എത്ര ഗോളെന്നറിയാവോ ആ രാജ്യാന്തര ഫുട്ബോളിൽ? 145 ഗോളുകളുമായി ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹമാണ്. അപ്പൊ സമ്മാനദാനം കൈമാറാനായിട്ട് മൈത്രി സൂര്യനാഥ് ധർമ്മപ്രിയ ഫിനാൻസിംഗ് കമ്പനിയുടെ MD ഞാൻ ക്ഷണിക്കുകയാണ്. ഓ കൺഗ്രാറ്റുലേഷൻ. ഇത്രയും വലിയ ഒരു ഓളം നിങ്ങളുടെ ഓഫീസിൽ സ്റ്റാഫുകളൊക്കെ ഇത്രയും വലിയ എന്താണ് ഫുട്ബോൾ ആരാധകരാണ് ഞാൻ വിചാരിച്ചില്ല. നന്ദിലത് ജിമാർട്ട് സ്പോൺസർ ചെയ്യുന്ന ഒരു ഫുട്ബോൾ. ഓക്കെ, ഇനി നിങ്ങൾക്കെല്ലാം വളരെ പരിചിതനായ ഒരാളുടെ പേര് അല്ലേ, മോഹൻലാലിന്റെ പേരെന്താണെന്ന് ചോദിക്കും പോലെയാണ് അടുത്ത എന്റെ ചോദ്യം. നിങ്ങൾ പെട്ടെന്ന് ഉത്തരം പറയാം. അതുകൊണ്ട് തന്നെ കൈ ഉയർത്തിയാൽ മതി. എമിലിയാനോ ഏത് ടീമിന്റെ കീപ്പറാണ്? ഗോൾ കീപ്പർ. അർജന്റീന. കേറി വാടാ. ആ പറഞ്ഞ സ്പിരിറ്റ് കാണണമായിരുന്നു. ഒന്ന് പറഞ്ഞ ഏത് ടീമിന്റെ? ഓ, അവിടെ നിന്ന് ആ വിളിച്ച് പറഞ്ഞത് എന്ന് കാണേണ്ട കാഴ്ചയായിരുന്നു. അർജന്റീന. ഇതാണ് ഇത്രയുള്ള പിള്ളേരുടെ അറിവ്, നോളജ്. ഭാവിയിൽ ഇന്ത്യക്കാർ കണ്ടുപിടിക്കേണ്ട എങ്ങനെ വേൾഡ് കപ്പിൽ വരാമെന്ന് കാണിച്ചു തന്നൊരു രാജ്യം കൂടെയാണ് ജപ്പാൻ. അതുപോലെ കാബോ വെർദെയും നമ്മുടെ സൗദി അറേബ്യയും തമ്മിൽ മാച്ച് ഉണ്ടായിരുന്നു. ആ മത്സരത്തിൽ ആരാണ് വിജയിച്ചത്? അപ്പൊ ഈ പുലിക്കുട്ടി സമ്മാനം കൊടുക്കട്ടെ. നമ്മുടെ MD തന്നെയാണ് പുലിക്കുട്ടി. അപ്പൊ നമ്മൾ തൽക്കാലം ഇവിടെ നിന്ന് പാലക്കാടിന്റെ അടുത്ത ഫുട്ബോൾ ലഹരിയിലേക്ക്. അപ്പോ ഇനി ഫ്ലാഗ് ഓഫ് ആണ്. ധർമ്മപ്രിയയുടെ MD മൈത്രി സൂര്യനാഥാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. ഈ കൂട്ടുകാർക്കിടയിൽ നിന്നും നമ്മുടെ വാഹനം അടുത്ത സ്ഥലത്തേക്ക് യാത്ര. Choosing your battle, pick yourself up and dust yourself off and back in the saddle. Let's go, let's go, let's go. We've taken all that our hearts can hold, and we can't hold on to the past no more. കേരള വിഷൻ ഗോൾസ് ഓൺ കൺട്രി റോഡ് ഷോ യാത്ര ചെയ്ത് പോകുന്ന വഴിയിൽ നമ്മുടെ ഉത്രാളിക്കാവിന്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. എത്ര മനോഹരമാണ് നോക്കി ഈ പ്രകൃതിയും. നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നു ഉത്രാളിക്കാവിലെ പട്ടോല പന്തലിൽ കുളിരമ്പിളി വളയങ്ങൾ തോരണമായി. ആ പാട്ട് നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. ആ ഉത്രാളിക്കാവിലാണ് നിൽക്കുന്നത്. ഇവിടെ ഏതാ ഇങ്ങനെ ആൽച്ചുവെട്ടിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്കിടയിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. 2-3 ചോദ്യം ചോദിച്ച് ഇവിടെ ഇരിക്കുന്ന കൂട്ടുകാർക്ക് ഒരു സമ്മാനം കൊടുത്ത് പോകാമെന്ന് കരുതി.
അപ്പോൾ നമ്മുടെ കേരള സർക്കാരിൻ്റെ ഓപ്പറേഷൻ തൂഫാൻ ലഹരിക്കെതിരെയുള്ള ഒരു സപ്പോർട്ടുമായി ഇറങ്ങിയ ക്രിക്കറ്റ് ആകട്ടെ, ഫുട്ബോൾ ആകട്ടെ, മറ്റ് ഗെയിമുകളാകട്ടെ, ഇനി നമ്മുടെ ലഹരി എന്ന സന്ദേശം മുഴക്കിക്കൊണ്ട് ഇറങ്ങിയ വാഹനമാണ് കേരള വിഷന്റെ ഈ ഗോൾ സോൺ കൺട്രി. ലഹരിക്കെതിരെ ഒരു ഗോൾ കിക്ക്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വേൾഡ് കപ്പ് ചോദ്യമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇതിന് ഉത്തരം പറയുന്നവർക്ക് കൈ നിറയെ സമ്മാനം തരാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാനൊരു ചോദ്യം ചോദിക്കും. ഇതിൻ്റെ ചോദ്യം അറിയുന്നവർ അതൊക്കെ കൈപൊക്കിയാൽ മതി. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് അതിൻ്റെ സമ്മാനം തരാം. അപ്പോൾ ഫസ്റ്റ് ചോദ്യം, നമുക്കറിയാം ഇപ്പം നമ്മുടെ വേൾഡ് കപ്പ് നടക്കുന്നത് USA വെച്ചാണല്ലേ. അപ്പോഴെല്ലാം നമ്മൾ വിചാരിച്ചു ഇറാൻ USA കളിക്കാൻ വരുമോ. ഒടുവിൽ ഇറാൻ വന്നല്ലേ. എയർപോർട്ടിൽ കുറച്ച് റാഗിങ് ഒക്കെ അവർ നേരിട്ടെന്ന് തോന്നണം. എങ്കിലും ഇറാൻ കളിച്ചു. നല്ല കളിയായിരുന്നു അത്. കാരണം ഈ യുദ്ധം നിലനിൽക്കുന്ന സാഹചര്യത്തിലും അതാണ്, മറ്റെന്ത് സംഘർഷം ഉണ്ടായിരുന്നാലും ഒരു ഗെയിം സ്പിരിറ്റ് അതിനെയൊക്കെ തകർക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ചില ശീലങ്ങളും ഗെയിം സ്പിരിറ്റിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ എൻ്റെ ചോദ്യം ഇറാനെ കുറിച്ചാണ്. ഈ ലോകകപ്പിൽ 3 മത്സരങ്ങൾ കളിച്ചല്ലോ. എത്ര മത്സരം അവർ തോറ്റു? കൈവയ്ക്കാതെ അറിയുന്നവരും. 3 കളിയും തോറ്റു. ഉത്തരം കറക്റ്റ് അല്ല. 2 കളി തോറ്റു. ഞാൻ തോറ്റെന്ന് ചോദിക്കണ്ടായിരുന്നു. 3 കളിയും സമനില. കറക്റ്റ്. കളിച്ച 3 കളിയും പരാജയം ഏറ്റുവാങ്ങില്ല. അമേരിക്കയുടെ മണ്ണിൽ പോയി ഇറാൻ തോറ്റില്ല എന്നുള്ളതാണ് സത്യം അല്ലേ. പേര് പ്രജോഷ്. അപ്പൊ പ്രജോഷിന് നമ്മുടെ നന്ദിലത്ത് ജിമാർട്ട് സ്പോൺസർ ചെയ്യുന്ന ഒരു ഫുട്ബോളാണ് സമ്മാനം. ഇനി അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. CR7 എന്നറിയപ്പെടുന്ന പ്ലെയർ ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ. കറക്റ്റ്. താങ്കളുടെ പേരെന്താണ്? രാജേഷ്. അപ്പൊ അടുത്ത സമ്മാനം നമ്മുടെ രാജേഷിന് കൊടുക്കുകയാണ്. ഉത്രാളിക്കാവിന്റെ മറ്റൊരു മനോഹരമായ ദൃശ്യമാണ് ഈ കാണുന്നത്. ഉത്രാളിക്കാവിന്റെ തൊട്ടടുത്തുകൂടെ കടന്നു പോകുന്ന ഈ ട്രെയിൻ സഞ്ചാരവും ഇവിടെ വരുന്ന സഞ്ചാരികളെ ആകർഷിക്കുന്ന മറ്റൊരു കാഴ്ചയാണ്. CR7 അറിഞ്ഞിടാത്ത ആരെങ്കിലും ഉണ്ട് അല്ലേ? പിന്നെ അപ്പോൾ ദേ വരുന്നു അടുത്ത സമ്മാനം. നന്ദിലത്ത് ജിമാർട്ട് നൽകുന്ന ഒരു ഫുട്ബോൾ. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഒരു ഗമയാണല്ലോ അല്ലേ. ക്യാപ്റ്റനായി വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ തവണ കളിച്ച കളിക്കാരൻ ആരാണ്? മെസ്സി. കറക്റ്റ് അല്ലേ. CR7 മാത്രം ജയിച്ചാൽ മതി, മെസ്സി വേണ്ടേ? പിന്നെ മെസ്സി ഉണ്ടാകും. എടുത്തിരിക്കുകയാണ് അടുത്ത സമ്മാനം. കറക്റ്റ് ആൻസർ ആണ്. മെസ്സിയാണ് ക്യാപ്റ്റനായിട്ട് വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ കളി കളിച്ച താരം. അതെ അടുത്ത സമ്മാനം. കൊള്ളാലോ. ഉത്രാളിക്കാവിൽ വന്ന് കാറ്റ് കൊണ്ടുകൊണ്ടിരുന്നപ്പോൾ കഴിഞ്ഞ സമ്മാനങ്ങളാണല്ലോ. അപ്പോൾ 3 പേർക്ക് സമ്മാനം കൊടുത്തുകൊണ്ട് ഉത്രാളിക്കാവിലെ ഈ മനോഹാരിതയിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ഞാൻ പോവുകയാണ്. ഈ പറഞ്ഞതുപോലെ ഈ മൈതാനങ്ങളെല്ലാം നമുക്ക് ഇനി കാൽപന്ത് കളിക്കും മറ്റ് നമ്മുടെ വിനോദങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലേ. അത് തന്നെയാണ് ലഹരി. Choosing your battle, pick yourself up and dust yourself off and back in the saddle.